ആരാ ഇഷ്ടപ്പെട്ട ഒരുപാട് ഇതില് പെർഫോമൻസ് ആരുടെ ഇഷ്ടപ്പെട്ട? സൂപ്പറായിരുന്നു. പഴയ ഒരു മീര ജാസ്മിനെ തിരിച്ചു കിട്ടി. അടിപൊളി. അങ്ങനെയൊന്നുമില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിന്ന് പോകുന്ന ഒരു പെൺകുട്ടിയുടെ ലൈഫ് കാണിക്കുന്നുണ്ട്. ആളുടെ ലൈഫിൽ നല്ലൊരു ആള്, അതായത് ഒരു നല്ലൊരു പാർട്ട്ണർ കയറി വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം സംഭവിക്കുന്നുണ്ട്. അല്ല, അതിനായിട്ട് ഈ ഒരു കഥാപാത്രം കാത്തിരിക്കുന്നതായിട്ടാണോ സിനിമ കാണിച്ചു പോകുന്നത്? അതായത് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് അങ്ങനെ നമുക്ക് തോന്നുമായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും എന്താ പറയാ, അങ്ങനെ എനിക്ക് തോന്നിയില്ല. നമ്മള് പല ആളുകൾക്കും നമുക്ക് മനസ്സിലാവുമല്ലോ. അതായത് ഇപ്പം ആൺകുട്ടികൾക്ക് മാത്രമല്ല, പെൺകുട്ടികൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ മാത്രമായിട്ട് ചിലപ്പോൾ ഒതുങ്ങി പോകുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജോലി ഉപേക്ഷിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. പിന്നെ ഭയങ്കര ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെ തോന്നിയിട്ടുണ്ട്. കോമഡി മൂവിയായിരുന്നു ആക്ച്വലി. ചിരിക്കാനുണ്ടായിരുന്ന നല്ല വേർഡ് സിനിമയായിരുന്നു. അശ്വിനും തമ്മിലുള്ള കോംബോ സീൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ക്ലൈമാക്സ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലൈമാക്സ് വലിയൊരു സംഭവമല്ല, പക്ഷേ എങ്കിൽ പോലും കൊള്ളാം. ഓവറോൾ എന്താ പറയുക? ഓവറോൾ മൊത്തത്തിൽ അടിപൊളിയാണ്. നല്ലൊരു ഫിലിം തന്നെയാണ്. ഒരു വലിയ പ്രതീക്ഷയില്ലാതെ കയറിയതായിരുന്നു. പക്ഷേ സോങ്സ് എങ്ങനെയുണ്ട്? സോങ്സും കൊള്ളായിരുന്നു. സോങ്സും ചിരിക്കാൻ പറ്റുന്നത് ഈ സിനിമ കാണാൻ വന്നേ നമുക്കൊരു ഓസെന്ന പോലെ ഒരു ഫാമിലി കിട്ടില്ല. ഫാമിലിയൊക്കെ അടിപൊളിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റും. ഭയങ്കര ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്നു. പഴയൊരു മീര ജാസ്മിൻ തന്നെ കാണാൻ പറ്റി സ്ക്രീനിൽ. ഭംഗിയായിരുന്നു. ആ ഒരു ലുക്കാണ് അതിന് മെയിനായിട്ട് കണ്ടിറങ്ങിയപ്പോൾ പ്രത്യേകിച്ച് ഫീൽ ഒന്നുമല്ല, പക്ഷെ കണ്ടോണ്ടിരുന്നപ്പോൾ എവിടെയൊക്കെ കണക്ട് ആവുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ ആ ഒരു ഏജ് കൊണ്ട് തോന്നിക്കുന്നതിന് ഭയങ്കര യങ്ങായിട്ട് ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു കോംബോ എങ്ങനെയുണ്ട്? ചാക്കോച്ചനും ശാലിനിയുടെ ഒരു കോംബോ പോലെ ഹിറ്റ് ആവും. സുരിമാനിലൊക്കെ കണ്ട പഴയൊരു ഇവരുടെ ഒരു കോംബോ എങ്ങനെ വർക്കൗട്ട് ആയോ? പുതിയൊരു കോംബോ ആണ്. പലരും അങ്ങനെ കോമഡി ഒക്കെ അത്യാവശ്യം എങ്ങനെയാണ്? ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പടം. ഫസ്റ്റ് ഹാഫ് കൊള്ളാം. ഇവരുടെ ഒരു പേര് എങ്ങനെ ഉണ്ടായിരുന്നു? ജോഡി രണ്ടുപേരുടെ കുഴപ്പമില്ല, എന്റർടൈൻഡ് ആണ്. ചാക്കോച്ചൻ ശാലിനി എന്നൊക്കെ പറയുന്ന പോലെ ആവും ഇനി മുതൽ. അത്രയ്ക്ക് അല്ല, പക്ഷെ നല്ലൊരു എന്റർടൈൻഡ് മൂവിയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം, രസമുള്ള. ഈ പേരെന്തായിരുന്നു? അങ്ങനെ പാലും പഴവും ഇട്ട് അങ്ങനെ എന്തോ പേര് എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ പടം രസമുണ്ട്, കണ്ടിരിക്കാം. ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ അതല്ലേ, ഈ തന്നേക്കാൾ പ്രായം കൂടിയ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ അല്ലേ? അത് തന്നെയാണ് ഈ പടത്തിന്റെ ഒരു കോൺസെപ്റ്റ്. ഈ പെണ്ണ് കിട്ടാത്തൊരു പയ്യനെ പെണ്ണ് കിട്ടുന്നതാണോ ഇതിന്റെ ഒരു കഥ? ചെറുക്കനെ കിട്ടാത്ത ഒരു പെണ്ണ്, അങ്ങനെയാണ് നല്ല കഥ. എടാ, ഈ പടത്തിന് പാലും പഴവും എന്തുകൊണ്ടായിരിക്കും പേരിട്ടത്? എന്തുകൊണ്ട് വിചാരിക്കുന്നു അങ്ങനെ? കോമഡി ഉണ്ട്. പഴയ മീര ജാസ്മിനെ തിരിച്ചു കിട്ടിയെന്നാണ് പലരും പറഞ്ഞാണോ? അവർ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയുണ്ട്? കാസ്റ്റ് ഒക്കെ ബാക്കി അവരുടെ കൂട്ടുകാരായിട്ട് വന്നതും അച്ഛനും അമ്മയും മണിമുള്ള രാജു എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ടിരിക്കുക, എല്ലാവർക്കും കാണാം. ഫാമിലിക്ക് ആയാലും പിള്ളേർക്കായാലും. പിള്ളേർക്ക് എനിക്ക് കുറച്ചുകൂടെ പിള്ളേർക്കാണ് തോന്നുന്നത് ഇഷ്ടപ്പെട്ടു.